coin is tossed thrice. A coin is tossed thrice. What is the probability of getting ഒന്നെന്ന് എഴുതിയിട്ട് at least two head രണ്ടെന്ന് എഴുതിയിട്ട് at least one head മൂന്നെന്ന് എഴുതിയിട്ട് at most two head അതേപോലെ തന്നെ എന്താണ് നാലാമത്തേത് at most one head. ടെയിലിന്റെ ഇതേപോലെ തന്നെ നിങ്ങളത് ഹോംവർക്ക് ചെയ്യുക. ഞാൻ ഹെഡിന്റെ പറഞ്ഞുതരാം. അപ്പൊ ഇത് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരു കോയിൻ 3 തവണ എറിയുവാണെങ്കിൽ അല്ലെങ്കിൽ 3 കോയിൻ ഒരേ ടൈമിൽ എറിയുവാണെങ്കിലും രണ്ടും ബോത്ത് ആർ ട്രീറ്റഡ് ആസ് സെയിം ഇവന്റ് ആയിട്ട് എടുക്കണം. അതായത് ഒരു കോയിൻ 3 തവണ എറിയുവാണെങ്കിലും 3 കോയിൻ ഒരേ സമയം എറിയുവാണെങ്കിലും അവിടെ വരുന്ന കൺസെപ്റ്റുകൾ സെയിം ആയിട്ട് വേണം എടുക്കാൻ. അപ്പൊ എ കോയിൻ ഈസ് ടോസ്ഡ് ത്രൈസ് എന്ന് പറയുമ്പോൾ ഒരു കോയിന് 2 പുറങ്ങളുണ്ട്. അപ്പൊ 3 തവണ എറിയെന്ന് പറഞ്ഞാൽ അവിടെ എത്ര ഔട്ട്കം ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2/3. അപ്പൊ അവിടെ 8 ഔട്ട്കംസ് കാണും. 4 തവണ എറിയുമ്പോൾ 2/4. അപ്പൊ എത്രയാ? 16 ഔട്ട്കംസ് കാണും. 5 തവണ എറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/5 32 ഔട്ട്കംസ് കാണും. n ടൈംസ് എറിയുക പറഞ്ഞു കഴിഞ്ഞാൽ 2/n ഔട്ട്കംസ് കാണും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു മാർക്കിലേക്ക് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം. അപ്പം നമുക്കിവിടെ 3 തവണയാണ് എറിഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഔട്ട്കം 2/3 8 ആണ്. 8 ഔട്ട്കം. ആ 8 ഔട്ട്കം എഴുതുന്നത് അറിയാമോ? അതായത് ഹെഡ് ആദ്യത്തെ കോയിലും രണ്ടാമത്തെ കോയിലും മൂന്നാമത്തെ കോയിലും ഹെഡ് എഴുതുന്നു. അടുത്തത് ഹെഡ് ലാസ്റ്റ് ടെയിലാക്കി, അടുത്തത് ഹെഡ് ടെയില് ഹെഡാക്കി, അടുത്തത് ടെയില് ഹെഡ് ആക്കി. ഈ പറയുന്ന പോലെ തന്നെ എഴുതണം. ലാസ്റ്റത്തെ എച്ച് മാറ്റി ഡി ആക്കി, പിന്നെ രണ്ടാമത്തെ എച്ച് മാറ്റി ഡി ആക്കി, പിന്നെ ആദ്യത്തെ എച്ച് മാറ്റി ഡി ആക്കി. അതാണ് ഹെഡിന്റെ കൺസെപ്റ്റ്. ഇനി ടെയില് ഞാൻ തിരിച്ചെഴുതാൻ പോകണം. നോക്കി, ഇവിടെ ടെയില് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടല്ലോ. അടുത്തത് ഇവിടെ എന്താ നമ്മൾ എഴുതിയത്? ഇവിടെ 2 ഹെഡും ഒരു ടെയിലും എഴുതിയത്. അത് നേരെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് എന്താക്കുക? 2 ടെയിലും ഒരു ഹെഡും എഴുതുക. ഇവിടെ നമ്മൾ എന്താ എഴുതിയത്? ഹെഡ് എന്ന് എഴുതിയത്. അതിന് പകരം എന്താ ഇവിടെ ടെയില് ഹെഡ് എന്നാക്കുക. പിന്നെ ഇവിടെ ടെയില് ഹെഡ് എന്ന് എഴുതി അതിന് നേരെ മാറ്റിയിട്ട് ഹെഡ് ടെയില് എന്നാക്കുക. ഓക്കെ ആണല്ലോ? ഇങ്ങനെ വേണം ഇത് പഠിക്കാൻ. ഇതിന് ട്രിക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്. ഇവിടുത്തെ ടോട്ടൽ ഔട്ട്കംസ് ഇതാണ്. അവർ ചോദിച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, 2 ഹെഡ് എങ്കിലും വേണം. 2 ഹെഡ് എങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതിനകത്ത് 2 ഹെഡ് എങ്കിലും ഉണ്ടല്ലോ, ഇതിനകത്ത് 2 ഹെഡ് എങ്കിലും ഉണ്ടല്ലോ, ഇതിനകത്ത് 2 ഹെഡ് എങ്കിലും ഉണ്ടല്ലോ, ഇതിനകത്തും 2 ഹെഡ് എങ്കിലും ഉണ്ടല്ലോ. ഇതിനകത്ത് ഒരു ഹെഡ് ഉള്ളു എടുക്കാൻ പറ്റത്തില്ല, ഇതിനകത്ത് ഒരു ഹെഡ് ഉള്ളു എടുക്കാൻ പറ്റത്തില്ല, ഇതിനകത്ത് ഒരു ഹെഡ് എടുക്കും. 2 ഹെഡ് എങ്കിലും, അറ്റ്ലീസ്റ്റ് 1 ഹെഡ് അല്ലേ? അറ്റ്ലീസ്റ്റ് 2 ഹെഡ് ആണ് അല്ലേ? അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എങ്കിലും വേണം. ഇപ്പൊ 2 ഹെഡ് എങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ, ശരിയല്ലേ? 2 ഹെഡ് എങ്കിലും, 3 ഹെഡ് വരുന്നതിനകത്തും അറ്റ്ലീസ്റ്റ് 2 ഹെഡ് ഇല്ലേ? അപ്പൊ ആദ്യത്തെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എത്ര വരും? അത് 4 ടോട്ടൽ ഹെഡ്, അതായത് 1/2. രണ്ടാമത്തേത് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ആണ്. 1 ഹെഡ് വരുന്ന കേസ് ഏതൊക്കെയാ നോക്കിയോ? 1 ഹെഡ് വരുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയോ? 1 ഹെഡ് വരുന്നത് അറ്റ്ലീസ്റ്റ് 1 ഒരെണ്ണമെങ്കിലും വേണം. ഒരെണ്ണമെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 4/8 കിട്ടി, 1/2 കിട്ടി. അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡെങ്കിലും വേണം. ഈ 3 ഹെഡിനകത്ത് ഒരു ഹെഡെങ്കിലും ഉണ്ടല്ലോ, 2 ഹെഡിനകത്ത് ഒരു ഹെഡെങ്കിലും ഉണ്ടല്ലോ, ഈ 2 ഹെഡിനകത്ത് ഒരു ഹെഡെങ്കിലും ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരു ഹെഡെങ്കിലും ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരു ഹെഡെങ്കിലും ഉണ്ട്, ഇതിനകത്ത് ഒരു ഹെഡെങ്കിലും ഉണ്ട്, ഇതിനകത്ത് ഒരു ഹെഡെങ്കിലും ഉണ്ട്. അപ്പം മൊത്തം 7 അറ്റ്ലീസ്റ്റ് 1 ഹെഡെങ്കിലും ഉള്ള ഔട്ട്കംസ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7/8 ആയിരിക്കും. ഇനി അറ്റ്മോസ്റ്റ് 2 ഹെഡ്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ അറിയോ? മാക്സിമം 2 ഹെഡേ വരാവൂ. അപ്പൊ മാക്സിമം 2 ഹെഡേ വരാവൂനകത്ത് ഒരു ഹെഡ് വന്നാലും എടുക്കണം. ഈ ഹെഡ് ഒന്നും വന്നില്ലാത്ത ഏതെങ്കിലും ഔട്ട്കം ഉണ്ടെങ്കിൽ അതും എടുക്കണം. അതായത് മാക്സിമം 2 ഹെഡേ വരാവൂ. മാക്സിമം 2 ഹെഡേ വരാവെന്ന് പറയുമ്പോൾ ഇത് സെലക്ട് ചെയ്യാലോ, അതേപോലെ തന്നെ ഇതും സെലക്ട് ചെയ്യാലോ, അതേപോലെ തന്നെ ഇതും സെലക്ട് ചെയ്യാലോ, അതേപോലെ തന്നെ മാക്സിമം 2 ഹെഡ് ആണ്. മാക്സിമം 2 ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഹെഡും എടുക്കാം അല്ലേ? അതേപോലെ തന്നെ ഇതും എടുക്കാം, അതേപോലെ തന്നെ ഒരു ഹെഡ് ഇതും എടുക്കാം. ഇനി നോക്കിയോ, അറ്റ്മോസ്റ്റ് 2 ഹെഡ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം 2 ഹെഡ് വരാം. അപ്പൊ അതിനകത്ത് ഒന്നും വരാം. ഈ ഹെഡ് ഒന്നും വന്നില്ലെങ്കിലും അറ്റ്മോസ്റ്റ് 2 ഹെഡിന്റെ കണ്ടീഷനാണ്. അപ്പൊ അതിന്റെ ഇതും സെലക്ട് ചെയ്യേണ്ടി വരും. കാരണം എന്താ?
അറ്റ്മോസ്റ്റ് ടു ഹെഡ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാ? അറ്റ്മോസ്റ്റ് ടു ഹെഡ് എന്ന് പറയുമ്പോൾ മാക്സിമം ടു ഹെഡ് വരെ വരാം. മാക്സിമം ടു ഹെഡ് വരെ വരാന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വരുന്നത് എടുക്കാം, ഒന്ന് വരുന്നത് എടുക്കാം. ഇനി ഹെഡ് ഒന്നും വരാത്ത ഔട്ട്കം ഉണ്ടെങ്കിൽ അതും എടുക്കാമല്ലോ. അതും അറ്റ്മോസ്റ്റ് ടു ഹെഡിനകത്ത് തന്നെ വരുന്നതല്ലേ. അപ്പൊ ഇതും എന്ത് തന്നെയാ? ഇതും 7/8 തന്നെയാണെന്നുള്ള കാര്യം ആലോചിക്കുക. അയ്യോ, ഇവിടെ അറ്റ്ലീസ്റ്റ് വൺ ഓക്കെ. ഇനി അറ്റ്മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അറ്റ്മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോൾ എത്ര? മാക്സിമം വൺ ഹെഡേ ആവാവും. മാക്സിമം വൺ ഹെഡേ ആവാമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താ? മാക്സിമം വൺ ഹെഡേ ആകാവൂ. മാക്സിമം വൺ ഹെഡേ ആവാമെങ്കിൽ ഒരു ഹെഡ് വരുന്ന എടുക്കുക, 1 2 3. ഇനി ഹെഡ് വരാത്തതും അറ്റ്മോസ്റ്റ് വൺ ഹെഡ് അല്ലേ? കാരണം എന്താ? അറ്റ്മോസ്റ്റ് മാക്സിമം വൺ ഹെഡേ വരാവൂ. അപ്പൊ വൺ ഹെഡ് വന്നില്ലെങ്കിലും അത് അറ്റ്മോസ്റ്റ് വൺ ഹെഡിന്റെ കണ്ടീഷനാണ്. കണ്ടോ? ഇതും എടുക്കാം. അപ്പൊ അവിടെ എത്രയാ? 4. ഇത് 7/8 ആണ്. ഇത് 4/8 1/8. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം.